ഹായ് ഗൈസ്. അപ്പം ഇന്ന് ഞങ്ങൾ ഫ്രൈഡേ ആണ്, ഫ്രീ ആണ്, മൊത്തത്തിൽ ഞങ്ങൾ ലീവാണ്. അപ്പോൾ അതുകൊണ്ട് ഡേ മൊത്തത്തിലൊരു സ്ലോ ആയിരുന്നു കുറച്ച്. പക്ഷെ ഇപ്പം ഞങ്ങൾ നേരെ വിവോ സിറ്റി അല്ലേ, വിവോ സിറ്റി അവിടെയാണ് പോകുന്നത്. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അവിടെ എന്തോ അവാർഡ് കിട്ടിയ ഒരു ഫുഡ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ സെൻറ്റോസ പോവാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അതേപോലെ തന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് എടുത്ത 2 ടിക്കറ്റ് ഉണ്ടായിരുന്നു, 2 ജുറാസിക് വേൾഡ് എക്സ്പീരിയൻസോ അങ്ങനെ പറഞ്ഞൊരു സംഭവം, പിന്നെ ഫ്ലവർ ഡോം. ഇത് രണ്ടും കാണാനായിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അതും കാണണം എന്നുണ്ട് ടൈം അനുസരിച്ച്. അതല്ലെങ്കിൽ സൺഡേയിലത്തേക്ക് പ്ലാൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നാളെ യൂണിവേഴ്സൽ പോകണം എന്നാണ് ഇതുവരെയുള്ള പ്ലാൻ. അപ്പം നമ്മൾ സൺഡേ വരെ ഉള്ളൂ. മൺഡേ ഏർലി മോർണിംഗ് നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ അതിന് മുന്നേ കാണാൻ പറ്റുന്നതൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വെച്ചാൽ. പക്ഷേ എനിക്ക് കൂടുതലും ഈ ഇങ്ങനെ നടക്കുന്നതും ഇതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ നിന്ന് നടക്കുന്നത്. ഞാൻ കാണാം, ഇത് ഭംഗിയാണ് കാണാൻ. ഇങ്ങനെ ചുമ്മാ ഇതുവഴിയൊക്കെ നടക്കാനായിട്ടാണ് തോന്നുന്നത്, ക്ലീൻ സിറ്റി ആയതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ അതൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് പോയി കാണാം. നമ്മളിപ്പോൾ വന്നിറങ്ങിയത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡിലാണ്. കണ്ടു എന്തും ഭംഗിയായിട്ട് ഓരോ ബസ്സും പാർക്ക് ചെയ്തിരിക്കുന്നത്. അതും ബസ് സ്റ്റാൻഡും വളരെ നീറ്റാണ്. ഇവിടെ വെയിറ്റിംഗ് സ്പേസ് ഉണ്ട്, ഇങ്ങനെ മാപ്പുകളെല്ലാം വെച്ചിട്ടുണ്ട്. അടുത്ത് എങ്ങോട്ട് പോകണമെന്ന് ഓരോ എക്സിറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വെൻഡിങ് മെഷീൻസ് ഉണ്ട്. അങ്ങനെ വളരെ നല്ലൊരു സ്ഥലമാണിത്. ആദ്യമായിട്ടാണ് നമ്മൾ ബസ് സ്റ്റേഷനിൽ വന്നിറങ്ങുന്നത്. അപ്പോൾ ഇനി നമ്മുടെ സ്ഥലം കണ്ടുപിടിക്കട്ടെ. ഉണ്ണി അവിടെ മാപ്പ് നോക്കി നമുക്ക് പോകാനുള്ള സ്ഥലം കണ്ടുപിടിച്ചിരിക്കാം. അത് പറഞ്ഞപ്പോഴത് മേളിൽ കേബിൾ കാർ ഉണ്ടോ, ഇതിൽ പോകാൻ പറ്റുമോ എന്നുള്ളത് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം എന്നിട്ട് നോക്കണം നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക്, സെൻറ്റോസിലേക്ക് ഇവിടെ നിന്ന് കേബിൾ കാറിൽ പോകാൻ പറ്റുമോ എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് നോക്കണം. പറ്റിയാലത്. അപ്പോൾ ദേ ഇതാണ് വിവോ സിറ്റി. ഇതാണ് ഇവിടെ ഒരു ലൈബ്രറി ഉണ്ടെന്ന് എൻ്റെ അടുത്ത് അന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയുള്ളൊരു ലൈബ്രറി ഉണ്ടെന്ന്. അപ്പോൾ അതാണെന്ന് തോന്നുന്നു. ലൈബ്രറി അറ്റ് ഹാർബർ ഫ്രണ്ട് കണ്ടു. ഇനി നമ്മൾ നോക്കുന്ന ഫുഡ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ സ്ഥലമാണ്, അതിനെ നോക്കണം. പിന്നെ നമുക്ക് ആ കേബിൾ കാറിൽ പോകാമെന്നാണ് ഗൂഗിൾ ആൻറ്റി പറയുന്നത്. പക്ഷേ ഒന്നിനി പോയി അതിൻ്റെ കാര്യങ്ങൾ നോക്കണം നമുക്ക്. അങ്ങനെയാണ് നമ്മൾ കേബിൾ കാറിലെ മാക്സിമം പോവുള്ളൂ. അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെ നോക്കട്ടെ. എന്ത് ഓർഗനൈസ്ഡ് ആണോ നോക്കിക്കേ. നമുക്കേ റാൻഡമായിട്ട് ക്രോസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമ്മളവിടെ പോയി ആദ്യം ഒരു ബട്ടൺ ഉണ്ട്, മറ്റേതൊരു രാജ്യത്തെയും പോലെ തന്നെ എക്സെപ്റ്റ് ഇൻ ഇന്ത്യ. പക്ഷേ ഞാൻ ഇന്ത്യനെ മോശമായിട്ട് പറയുന്നതല്ല കേട്ടോ. ഇനി അങ്ങനെ ഒരു തോട്ട് വേണ്ട. ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഫോളോ ചെയ്യില്ല എന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മുടെ ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ ഒന്നിനെയും അല്ല ഞാൻ പറയുന്നത്. അവരവരുടെ പാർട്ട് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ പാർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇവിടെ റാൻഡമായി ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാലും ആൾക്കാരത് ഫോളോ ചെയ്യും. നമ്മൾ ഫോളോ ചെയ്യില്ല എന്നുള്ളതാണ് മെയിൻ പോയിൻറ്റ്. അപ്പോൾ ദേ ഇവിടുത്തെ മെഗ്ഡി കണ്ടോ. ഇവിടുത്തെ മെഗ്ഡിയും എന്തോ പ്രത്യേകത ഉണ്ടെന്നാണ് കേട്ടോ. നമ്മൾ ഇന്നലെ സബ്വേ ട്രൈ ചെയ്ത പോലെ തന്നെ ഇവിടുത്തെ മെഗ്ഡിക്കും എന്തോ പ്രത്യേകത ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അത് പിന്നെ ഇവിടെ ഇതിനകത്തിലൊക്കെ ഇല്ലേ ഇങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡ്, ഇതിലൊക്കെ മെയിനായിട്ട് നമുക്ക് ബീഫ് കിട്ടും. അതാണ് ഹൈലൈറ്റ്. ഓക്കെ, ഉണ്ണി മാപ്പ് ഇട്ടിട്ടുണ്ട്. ഉണ്ണി പോകുന്ന വഴിയേ നമുക്കും പോവാം. പിന്നെ പബ്ലിക്ലി സ്മോക്കിംഗ് അലൗഡാണ് ഇവിടെ. ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അതായത് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഒരു പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഈ കവേർഡായിട്ടുള്ള സ്പേസിൻ്റെ അകത്ത് നിന്നിട്ട് സ്മോക്ക് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പം നമുക്ക് ഇപ്പം നമ്മുടെ റൂഫ് ഉണ്ടെങ്കിൽ, നമ്മൾ നിൽക്കുന്ന ഫുട്പാത്തിലാണെങ്കിലും റൂഫ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് സ്മോക്ക് ചെയ്യാൻ പറ്റില്ല. റൂഫില്ലാത്തത് ഇതേപോലെ ഈ പുള്ളിയൊക്കെ നിൽക്കുന്ന പോലെ റൂഫില്ലാതെ ആണ്
ഓപ്പൺ എയർ ആണെങ്കിൽ നമുക്ക് സ്മോക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇവിടുത്തെ റൂൾ. വീഡിയോ നിങ്ങൾ ഇത്രയും കണ്ടിരിക്കുമ്പോഴും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വെറുതെ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരിക്കും. ബാക്കിയുള്ള വിശേഷങ്ങൾ കൂടെ അറിയാൻ പറ്റും. പിന്നെ അതെ, ഓക്കെ, എന്ത് ഭംഗിയായിട്ടാണ് വെച്ചേക്കുന്നത് നോക്കിക്കേ. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതൊക്കെ നേരിട്ടാണ് നല്ല ഭംഗി. ഇത് നമ്മുടെ യുജീനിയ ആണെന്ന് തോന്നുന്നു. അല്ല, ഇത് യുജീനിയ അല്ലേ നിൽക്കുന്നത്? ചെടി. ചേട്ടൻ നമുക്ക് വേണ്ടി നിർത്തി തന്നു. ഇവിടെ അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. നടക്കുന്ന ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യുകയാണ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വഴികളിൽ റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ടാണോ? ഇതൊരു ഫുഡ് കോർട്ടാണ്. റോഡ് നമ്മൾ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അവരാദ്യം നമുക്ക് നിർത്തി തരും. നമുക്കാണ് പ്രിഫറൻസ് തരിക അൺലെസ് ഇത് ഹൈവേ അല്ല എന്നുള്ളത്. ഹൈവേ ആണെങ്കിൽ നമ്മൾ വി നീഡ് ടു ഫോളോ ദ റൂൾസ്. അതായത് നമുക്ക് നടക്കാനുള്ള സിഗ്നൽ ഗ്രീൻ ആവാതെ അവിടേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പറ്റില്ല. അയ്യോ, ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും ഒരു ഇച്ചിരി തണുപ്പ് ഫീൽ ചെയ്യുന്നത്. അതെ, അതാണ് നമ്മുടെ സെൻറ്റോസ. യൂണിവേഴ്സലൊക്കെ അവിടെയാണ്, സെൻറ്റോസയിലാണ്. രസമാണ്. ഒന്ന് അവിടെ ഒന്ന് പോയിക്കോട്ടെ. എന്ത് രസമാണ് കാണാൻ. ഒരു നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ചൂട് കാറ്റേ വരുന്നുള്ളൂ. ഞങ്ങളത് പറയുകയും ചെയ്തു, മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചൂട് കാറ്റേ വരുള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നല്ലൊരു തണുത്ത കാറ്റ് ഫീൽ ചെയ്യുന്നത്. ദേ നമ്മുടെ കേബിൾ കാർ. നമ്മൾ ഇങ്ങനെ ആയിരിക്കുമോ പോകുന്നത്? ആ കേബിൾ കാറിൽ അങ്ങനെ ആയിരിക്കുമോ പോകുന്നത്? ഇങ്ങനെ പൊക്കത്തിൽ ടെൻഷനായി പോകും. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഇറ്റ്സ് വൺ ടൈം എക്സ്പീരിയൻസ്. നമ്മൾ ട്രൈ ചെയ്യണം. സോ ദേ എന്ത് രസമാണ് നോക്കിയേ. ഹായ്, നോക്കൂ. വെള്ളം കണ്ടിട്ട് കൊതിയാവുന്നുണ്ട്, പക്ഷെ നീന്താൻ അറിയാത്തതുകൊണ്ട് കൊതിച്ചിട്ട് കാര്യമില്ല. ഞാൻ ആ കേബിൾ കാർ സൂം ചെയ്ത് കാണിക്കാം. എന്ത് രസാ. ഓക്കെ, നമുക്കിനി അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. എനിക്ക് വിശന്ന് തുടങ്ങി. ഞങ്ങൾ മോളിൻ്റെ ഉള്ളിൽ കയറി. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്താണെന്നറിയോ? നമ്മുടെ സ്വന്തം ഫാബ് ഇന്ത്യ. നമ്മുടെ നാട്ടിലുള്ളപ്പോൾ നമ്മളവിടെ അധികം കയറാറില്ലെങ്കിലും ഇവിടെ വന്നിട്ടേ ഇങ്ങനെ ആ ഒരു ഫാബ് ഇന്ത്യ എന്നൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു രോമാഞ്ചം ഉണ്ടല്ലോ, അതിലായിപ്പോൾ ഞാൻ റൊമാൻറ്റിഫിക്കേഷനിലാണ് ഞാനിപ്പോൾ. അല്ലേ ഉണ്ണി? ഞങ്ങളപ്പോൾ അതിൻ്റെ ഉള്ളിൽ കറങ്ങി നടന്നിട്ട് അപ്പോൾ ഉണ്ണിക്ക് വീണ്ടും ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യം കണ്ടില്ലേ കയറിപ്പോവാൻ നേരം ആ കണ്ടിടത്ത് തന്നെ വന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. കാരണം ഇവിടെ കുറേ സാധനങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് വന്നു. ഇനി ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുമ്പോൾ വീഡിയോ എടുത്ത് കാണിച്ചാൽ എന്തൊക്കെയാണ്. ക്രാബാണോ? ഓക്കെ, ക്ലേ പോട്ട് റൈസ് കുറേ ഉണ്ട്. ഹെർബൽ സൂപ്പൊക്കെ ഉണ്ട്. നമുക്ക് ലെറ്റ്സ് സീ. ഉണ്ണി ഫുഡ് ഓർഡർ ചെയ്തിട്ടിരിക്കുന്നേ ഉള്ളൂ, പക്ഷേ എൻ്റെ ഫുഡ് ഓൾറെഡി വന്നു. എൻ്റെ ഇത് ചിക്കൻ ഫ്രൈഡ് റൈസാണ്. അപ്പോൾ പുള്ളി എന്നോട് എന്തോ ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല, അവരുടെ ഭാഷയിലാണ് ചോദിച്ചത്. അപ്പോൾ കാര്യം ഒന്നുമില്ല, ഈ ഫ്രൈഡ് എഗ്ഗ് വേണമെന്നായിരുന്നു ചോദിച്ചത്. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. ഇനി പപ്പടം വേണമെന്ന് പുള്ളി ചോദിച്ചായിരുന്നോ എന്ന് എനിക്കറിയില്ല, ആ ഭാഷ ഏതെനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇത് പപ്പടമൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ചോപ്സ്റ്റിക്സിന് പകരം ഞാൻ ചോദിച്ച് മേടിച്ച ഫോർക്കാണ് ഈ കാണുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഉണ്ണി എന്താ ഓർഡർ ചെയ്തേ? ചിക്കൻ റൈസ് ബോൾ. അത് ആ ക്ലേ പോട്ടിൽ നിന്നാണ് ഉണ്ണി ഓർഡർ ചെയ്തേക്കുന്നത്. വരുമ്പോൾ കാണാം. ഇങ്ങനെ അതെ, ഫുഡ് റിപ്പബ്ലിക്കിൽ പോകാനായിരുന്നു ഞങ്ങൾക്ക് വിചാരിച്ചിരുന്നത്. പക്ഷേ ഫുഡ് റിപ്പബ്ലിക്ക് ഒത്തിരി നടക്കാനുണ്ടായിരുന്നു. എനിക്കാണ് അത്രയും നടക്കാനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല. ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ അത് കാരണം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നേ. എന്താണ് ടേസ്റ്റ് എന്ന് ഞാൻ ഇപ്പോൾ പറയാം. ചൂടാണ്, അധികം സോസി അല്ലാത്തതും എനിക്ക് പറഞ്ഞതാണ്. ഇവിടെ വന്ന് സോസ് കഴിച്ചു മടുത്തു. ഇത് കണ്ടോ, സ്പ്രൗട്ട്
സ്പ്രൗട്ട്സ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. വെരി ഹെൽത്തി. ഇത് ആക്ച്വലി കൊള്ളാം. നല്ല ഫ്രൈഡ് റൈസ്. നമ്മുടെ അവിടെ കിട്ടുന്നില്ല, കുറച്ച് ഓയിലിയാണ്, പക്ഷെ കൊള്ളാം. ഒത്തിരി സോസി അല്ല, വേറൊരു ടേസ്റ്റ്. പപ്പടം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നമ്മുടെ നാട്ടിലെ പപ്പടമാണോ ഇത് വേറെ എന്തെങ്കിലാണോ നോക്കട്ടെ. നമ്മുടെ നാട്ടിലെ പപ്പടത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെന്ന് എനിക്കറിഞ്ഞു കേട്ടോ. വേറൊരു സാധനം അപ്പളം പോലത്തെ ഒരു സാധനം കൂടെ ഉണ്ട്, അത് നോക്കാം. സെയിം നമ്മുടെ നാട്ടിലെ പപ്പടവും അപ്പളവും ആ സെയിം ടേസ്റ്റ് തന്നെയാണ്. ഇതിൽ വ്യത്യാസമൊന്നുമില്ല. ഉണ്ണിയുടെ ഫുഡ് ഒന്നും ഞാനുണ്ടോ? ഓ ഭയങ്കര സിസ്ലിംഗ്. ഏതാണ്ടൊക്കെയോ കരിഞ്ഞ പോലത്തെ മണമൊക്കെ. മിക്സ് ചെയ്യാതെ കുറച്ചൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം. ചൂടുണ്ടാവും, നല്ല ചൂടുണ്ടാവും. കണ്ടിട്ട് ആവി പറക്കുന്നു. എന്താ ടേസ്റ്റ്? ആ സോസി. അപ്പം മനസ്സിലായല്ലോ. അതേ ഉണ്ണി അത് മിക്സ് ചെയ്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെറിയൊരു പ്ലാൻ ചേഞ്ച് ഉണ്ട്. നമ്മൾ സെൻറ്റോസ പോകാമെന്നായിരുന്നല്ലോ പ്ലാൻ. അപ്പോൾ സെൻറ്റോസിൽ നാളെ നമ്മൾ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, യൂണിവേഴ്സലിൽ പോകാനായിട്ട് നാളെ പോകുന്നുണ്ട്. അപ്പോൾ സെൻറ്റോസ പോകുന്നില്ല, പകരം ഞങ്ങളെ ഫ്ലവർ ഡോം കാണാനായിട്ട് പോകാം. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പ്ലാൻ. അതിന് ഞാൻ സാധനങ്ങളൊക്കെ തീർത്തോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. നമുക്ക് അന്നേരം അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അപ്പം നമ്മൾ ആ ബസ് സ്റ്റേഷൻ പോയില്ലേ, വന്നിറങ്ങിയ ആ ബസ് സ്റ്റേഷനിലേക്ക് തന്നെ നമ്മൾ വീണ്ടും അവിടെ നിന്നാണ് നമുക്ക് ബസ്സുള്ളത്. ബസ്സിന് പോകുന്ന കുറച്ചും കൂടെ ഈസിയർ, കൺവീനിയൻറ്റ് ആൻഡ് ചീപ്പർ. സോ